എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ചോളത്തിന്റെ വടയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ള വടയാ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചോളത്തിന്റെ വട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 2 ചോളം, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ചെറിയ ജീരകം, 2 സ്പൂൺ അരിപ്പൊടി, കുറച്ച് മല്ലിയില, 4 എരിവുള്ള മുളക്, 4 എരിവില്ലാത്ത മുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കപ്പലണ്ടി, 4 സ്പൂൺ കടലമാവ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഈ ചോളത്തിൻ്റെ ഈ നാര് ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. എന്നിട്ട് പിന്നെ കഴുകി കൊണ്ടുവരണം. ഈ നാര് മുഴുവനും എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കണം. ചോളം കഴുകി നന്നായി വൃത്തിയായിട്ട് നാരൊക്കെ മുഴുവനും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. കൈ കൊണ്ട് എടുക്കാണ്ട് ഇങ്ങനെ കത്തി കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ചോളം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ കപ്പലണ്ടി പൊടിക്കാനും എടുക്കാം. പച്ചമുളക് ഇടാം. ഇത് കട്ട് ചെയ്തിട്ട് ഇടുക. പച്ചമുളക്, ഇഞ്ചി കട്ട് ചെയ്തിട്ട് ഇടാം. ഈ ചെറിയ ഉള്ളിയും കട്ട് ചെയ്തിട്ട് ഇടാം. ഇനി നമുക്കിത് ചതച്ച പോലെ അരച്ചു കൊണ്ടുവരാം. മസാലയൊക്കെ ഇതുപോലെ ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ആക്കാം. അതിലിട്ടിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ കുഴയ്ക്കാം. മുളക് പൊടി ഇടാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. അധികം എരിവാണെങ്കിൽ ഇത്തിരി കൂടുതൽ ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്ക് ഉപ്പ് ഇടാം. ജീരകം ഇടാം, ചെറിയ ജീരകം. അരിപ്പൊടി ഇടാം. 2 സ്പൂൺ അരിപ്പൊടി ഇട്ടുണ്ട്. കടലമാവ് 4 സ്പൂൺ കടലമാവ് ഇട്ടുണ്ട്. ഈ മല്ലിയില കട്ട് ചെയ്തത് ഇടാം. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ആക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ ആവുമ്പോൾ ശരിക്കായിട്ടുണ്ട്. അതങ്ങനെ ഉലർന്ന് വരണമെങ്കിൽ കുറച്ചും കൂടിയും കടലമാവ് ഇടുക. ഇതിപ്പോൾ പാകത്തിനയക്കണത്. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഏതെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. എണ്ണ ചൂടായി നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതേപോലെ ഷേപ്പിൽ. ആദ്യം നമുക്ക് ഫാസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. ഇതേപോലെ ഉണ്ടാക്കാം. കുറച്ചാവുമ്പോൾ മാത്രം മറിച്ചിടുക. ആയിട്ടില്ല. ഇപ്പൊ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് വെന്തുണ്ടാവും. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാതും ഉണ്ടാക്കാൻ ഇതിലിങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ഇടുക. വേണ്ട, ചോളത്തിൻ്റെ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.